ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ശ്രീപാർവതി ദേവിയുടെ തോഴിയായ ബ്രാഹ്മണിയമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. വേർപെടാൻ വയ്യാത്തതായ ഉറ്റ ബന്ധമാണ് ഈ നമ്മളെ സാക്ഷാൽ പാർവതി ദേവിയും ബ്രാഹ്മണിയമ്മമാരും കൂടിയിട്ട് നടത്തും. ആർക്കും ഇല്ലാത്തതായ ഈ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങുകൾ ഉള്ളതായ ഒരു ക്ഷേത്രവും ഇല്ല എന്നുള്ളതാണ്. അത് തിരുവൈരാണിക്കുളം മാത്രമേ ഉള്ളൂ. ശ്രീപാർവതി ദേവിയുടെ തോഴിയാണ് ബ്രാഹ്മണിയമ്മ. ഞങ്ങളെപ്പോഴും ഭഗവതിയുടെ അടുത്ത് അതാണ് ആ തോഴി, ഭഗവതിയുടെ തോഴി, ഉറ്റതായ കൂട്ടുകാരി എന്ന് പറയാലോ. അതായത് അത്രയും വാത്സല്യത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭഗവതിയും അത്രയും ഭക്തിയും വാത്സല്യമാണ്. അതനുസരിച്ചിട്ട് ഭഗവതിക്ക് ഞങ്ങളോടും വളരെ വാത്സല്യമാണ് എന്നർത്ഥം. അതാണ് അപ്പോൾ പറയണത്. നട തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാഹ്മണിയമ്മമാർ കൂടെ ഉണ്ടാവണം. ഒരിക്കലും ഇല്ലാതേണ്ടുള്ളൊരു നട ഉറപ്പ് വേണ്ട എന്നുള്ളതാണ്. അത്രയുമാണ് ഭഗവതി ശഠിച്ചിട്ടുള്ളത്. ഈ പാർവതി ദേവിയുടെ കൂടെ എപ്പോഴും നടക്കുന്നത് ഈ ബ്രാഹ്മണിയമ്മമാരാണ്. എപ്പോഴും കൂടെ ഇങ്ങനെ, അതായത് ഭഗവതിക്ക് വേണ്ടതായ പാട്ട് കേൾപ്പിക്കുക. അതായത് പ്രത്യേകിച്ച് പാർവതി സ്വയംവരം അത് കേൾക്കണമെന്നാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം മഹാദേവനും ഭഗവതിയും കൂടിയിട്ടുള്ളതായ ചടങ്ങുകൾ പറയുന്നതായ വ്യക്തമായ ഒരു സ്തുതിയാണത്. അത് കേൾക്കലാണ് ഇഷ്ടം. അപ്പോൾ ഈ ബ്രാഹ്മണിയമ്മമാരെ എപ്പോഴും ഈ പാർവതി ദേവിക്ക് ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തേയിരിക്കും. പോരാ, പൂജയ്ക്കുള്ളതായ പൂവ് കൊണ്ടുവന്ന് കൊടുക്കും. ഒപ്പാണ് കുളിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ. കൊണ്ടുവന്ന് കൊടുക്കും, പൂവ് കൊണ്ടുവന്ന് കൊടുക്കും, മാല കൊണ്ടുവന്ന് കൊടുക്കും, പൂജയ്ക്ക് വേണ്ടതായ എല്ലാം ഒരുക്കി കൊടുക്കും. അങ്ങനെയാണ് ഈ ബ്രാഹ്മണിയമ്മ ആയിട്ടുള്ളതായ ബന്ധം. 7 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാദേവനെ കാണാനില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ മഹാദേവൻ അവിടെ ഇല്ല. ആകെ വിഷമായി പാർവതി ദേവിക്ക്. ഉടനെ തന്നെ നല്ലപോലെ പ്രാർത്ഥിച്ചു. അപ്പം ആ പ്രാർത്ഥനയിൽ നിന്നും മനസ്സിലായി എന്ത്, മഹാദേവൻ ഐരാണിക്കുളത്ത് നിന്ന് തിരുവൈരാണിക്കുളം എന്ന് പറയുന്ന വെള്ളാരപ്പള്ളി എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഈ പാർവതീദേവി എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണിയമ്മമാരും ഒത്ത് മഹാദേവനെ അന്വേഷിച്ചും കൊണ്ട് വരികയാണ് ഇവിടേക്ക്. അപ്പം പറയണ്ട, ഞങ്ങളുടെ പാട്ടിൽ തന്നെ പറയണ്ട, ഇന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണോ പോന്നേന്ന് ചോദ്യം ഉണ്ടായില്ലേ. ഗ്രന്ഥത്തിൽ നിന്നുള്ളതായ പാട്ടുകളാണ് കൂട്ടാ. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതായ കാര്യങ്ങളാണത്. അതിൽ ചോദിക്കുന്നുണ്ട്, വാഴക്കുളം കണ്ടോ, അങ്ങനെ തെച്ചിപ്പൂ വനം കണ്ടോ, ഇന്നതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് കണ്ട് ഈ ബ്രാഹ്മണിയമ്മ ഒരുമിച്ച്, പാർവതീദേവി ബ്രാഹ്മണിയമ്മമാരെ ഒരുമിച്ച് സമാധാനത്തോടെ ഭഗവതിയെ സമാധാനിപ്പിച്ചും കൂടെ പോരുകയാണ്. ഈ തിരുവൈരാണിക്കുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ദേവീസ്തുതികൾ പാടുന്നതും ദേവിക്ക് വേണ്ട അലങ്കാരങ്ങൾ ഒരുക്കുന്നതും ദേവിയെ എഴുന്നള്ളിക്കുമ്പോൾ വിളക്കെടുക്കുന്നതുമെല്ലാം ബ്രാഹ്മണിയമ്മയാണ്. ഇന്നും പാർവതീദേവി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നട തുറക്കണ സമയത്ത് ഞങ്ങൾ വേണമെന്നും ആ 12 ദിവസം ആദ്യത്തെ ദിവസം തന്നെ പാർവതീദേവിയെ പാട്ടുവരയിലേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രാഹ്മണിയമ്മമാരെ ഒരുമിച്ച് പാട്ടുപാടിയും മാല കോർത്തും പൂവ് നന്നാക്കി കൊടുത്തും ഒക്കെ ആയിട്ട് രാത്രി, അന്ന് മഹാദേവൻ്റെ തിരുനാളാണ്, അന്ന് ഉറക്കൊളിക്കണം. അന്ന് പാർവതീദേവി ഒരുമിച്ച്, ബ്രാഹ്മണിയമ്മമാർ ഒരുമിച്ച് പാർവതീദേവി അന്ന് ഉറക്കൊളിക്കും പാട്ടുവരയിൽ. പ്രത്യേകം ഞങ്ങൾക്ക് പാട്ടുവരയുണ്ട് ഭഗവതിയെ എഴുന്നള്ളിക്കാൻ. ആ പാട്ടുവരയിലാണ് ഞങ്ങൾ അന്ന് രാത്രി കഴിയണത്. പിറ്റേ ദിവസം രാവിലെ തന്നെ പാട്ടുവരയിൽ നിന്ന് ഒരു പൂജ കഴിഞ്ഞാൽ, മഹാദേവൻ്റെ ഒരു പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവതി ഇങ്ങോട്ട് എഴുന്നള്ളിക്കും. പിന്നെ പാട്ടുവര നിർമാല്യമാണ്. ആ നിർമാല്യമായിട്ടുള്ളതായ പാട്ടുവരെ വളരെ ശുദ്ധമാക്കിയതിന് ശേഷം വീണ്ടും പാർവതീദേവിയെ അങ്ങ് പാട്ടുവരയിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. അതായത് പീഠത്തിൽ മേലെ ഒക്കെ കെട്ടിയൊക്കെ നല്ല അലങ്കാരമാണ് എന്നർത്ഥം. ആ പാട്ടുവര വളരെ അലങ്കാരമായിട്ടുള്ളതാണ്. പാർവതീദേവിയെ ഇരുത്താനായിട്ടുള്ളതായ ആ പീഠം വളരെ അലങ്കാരമാണെന്നർത്ഥം. അവിടേക്ക് എഴുന്നള്ളിക്കുകയാണ്. എന്നിട്ട് അവിടെ പൂജകൾ, ഞങ്ങൾക്ക് ചൊല്ലാനുള്ളതായ ഒരുപാട് പാട്ടുകളുണ്ടെന്നർത്ഥം. അതൊക്കെ ചൊല്ലിയതിന് ശേഷം പൂജയുണ്ട്. കാലത്ത് പൂജയുണ്ട് എഴുന്നള്ളിക്കുമ്പോൾ തന്നെ. പിന്നെ ഉച്ചപൂജയുണ്ട്, രാത്രി പൂജയുണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഭഗവതിയെ മഹാദേവൻ്റെ അടുത്തേക്ക് എഴുന്നള്ളിച്ച് ആക്കണം എന്നർത്ഥം. ഇങ്ങോട്ട് ആക്കണം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിക്കണം. അങ്ങനെ 12 ദിവസവും
ഇങ്ങനെ പകല് മുഴുവൻ ഈ ബ്രാഹ്മണിയന്മാരെ ഒരുമിച്ച് പാർവതി ദേവി പാട്ടുവരയിലാണ് എന്നർത്ഥം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ബ്രാഹ്മണിയമ്മയ്ക്ക് പ്രായാധിക്യമാകയാൽ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാതെയായി. എന്നാൽ അതേസമയം കുടുംബത്തിലെ തന്നെ യുവതിയായ ബ്രാഹ്മണിയമ്മ ഭർതൃസമേതം സുഖമായി താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്കാകട്ടെ ക്ഷേത്രകാര്യങ്ങളോട് തീരെ താൽപ്പര്യമില്ലായിരുന്നു. നടതുറപ്പുവേളയിൽ ക്ഷേത്ര ഭാരവാഹികൾ ബ്രാഹ്മണിയമ്മയെ വിളിച്ചെങ്കിലും അവർ വരുവാൻ തയ്യാറായില്ല. നിസ്സാരമായ വരുമാനമല്ലേയുള്ളൂ, ഞങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി. ഒടുവിൽ ക്ഷേത്ര ഭാരവാഹികൾ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണിയമ്മയെ കൊണ്ടുവന്ന് ചടങ്ങുകൾ നടത്തി. അന്നു മുതൽ അവകാശിയായ ബ്രാഹ്മണിയമ്മയുടെ കുടുംബത്തിൽ ദുസൂചനകൾ കണ്ടു തുടങ്ങി. ഭർത്താവ് കഠിനമായ രോഗം ബാധിച്ച് കിടപ്പിലായി. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സമയത്ത് അവർക്ക് ദേവി സ്വപ്നദർശനം നൽകി. എന്റെ തോഴിയായ നീ കർമ്മങ്ങൾക്ക് മുടക്കം വരുത്തി. നിന്റെ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം അതാണ്. ക്ഷേത്രകാര്യങ്ങൾ മുടക്കം വരാതെ ഭംഗിയായി നടത്തിയാൽ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ദേവിയുടെ വാക്കുകൾ ബ്രാഹ്മണിയമ്മയുടെ കണ്ണു തുറപ്പിച്ചു. ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം പഠിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ ക്ഷേത്രകാര്യങ്ങളിൽ മുടക്കം വരുത്തിയില്ല. വൈകാതെ ഭർത്താവിന്റെ അസുഖം മാറി. കുടുംബാംഗങ്ങൾക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും കൈവരികയും ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് നട അടച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോണ്ടി വന്നു. പിന്നെയും ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ കുടുംബത്തിലത്തെ ബ്രാഹ്മണിയമ്മമാരില്ലാതെ കണ്ട് എനിക്ക് നട തുറപ്പ് വേണ്ട കേട്ടോ, അവരുണ്ടാവണം. അവരുടേതായ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തെ എല്ലാവിധ ചടങ്ങുകളോടും കൂടിയിട്ട് വേണം ആ ചടങ്ങുകൾ ചെയ്യാൻ, നടതുറപ്പ് നടത്താൻ. അതാണ് നടതുറപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാഹ്മണിയമ്മയുടെ പാട്ടുവരയിലെ ബ്രാഹ്മണിയമ്മമാരുടെ ഒപ്പാണ് പാർവതി ദേവി. പാർവതി പരമേശ്വരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഉമാമഹേശ്വര പൂജ. ഭക്തരുടെ സാന്നിധ്യത്തിൽ ഉമാമഹേശ്വരന്മാരെ അഷ്ടദള പത്മത്തിലേക്ക് ആവാഹിച്ചു നടത്തുന്ന പൂജയാണിത്. സകുടുംബം പൂജയിൽ പങ്കെടുക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നവർ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നു. കുട്ടികൾ ഇല്ലാതെയുണ്ട്. 18 കൊല്ലം 20 കൊല്ലമൊക്കെ ആയിട്ടും കുട്ടികളില്ലാത്തവരുണ്ട്. അതാണ്. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ പാട്ടാണ് നമ്മൾ പറയണത്. കാരണം പാർവതി ദേവിയുടെ ഏട്ടനാണ് ഇരിക്കണത് മഹാവിഷ്ണു. അപ്പം ഈ മഹാവിഷ്ണുവിനെ സ്തുതിക്കണത് ഉണ്ടല്ലോ, പാർവതി ദേവിക്ക് വലിയ സന്തോഷമാണെന്നർത്ഥം. അതുകൊണ്ട് ശ്രീകൃഷ്ണാവതാരം, ഈ മഹാവിഷ്ണു പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണൻ്റെ അവതാരമുണ്ട്. അപ്പം ഈ ശ്രീകൃഷ്ണൻ്റെ അവതാരം ചൊല്ലുന്നത് അതാണ് നമ്മളുടെ പാർവതി ദേവിക്ക് ഏറ്റവും ഇഷ്ടം. ഏട്ടനാണേ, ഏട്ടൻ വരുമ്പോഴത്തെ ആ സന്തോഷം പ്രത്യേകതയാണ് എന്നർത്ഥം. അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെയും സഹോദരന്മാർ തമ്മിൽ അങ്ങനെ ഇനിയല്ലേ? നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ അനീത്തിമാർക്ക് എന്തൊരു സ്നേഹമല്ലേ? ഇല്ലേ കൂട്ടാ? അങ്ങനെയല്ലേ? അപ്പം അങ്ങനെ തന്നെയാണ് പാർവതി ദേവിക്കും ഏട്ടൻ വരുമ്പോൾ. അതുകൊണ്ട് അവതാരം ചൊല്ലണം എന്നർത്ഥം. അങ്ങനെ പിന്നെ ദോഷങ്ങൾക്ക് പല ദോഷങ്ങളും ഉണ്ടാവും. മുൻജന്മദോഷങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുള്ളതായ വേറെ പാട്ടുകളുണ്ട്. ദക്ഷയാഗം അങ്ങനെയായ ഈ മുജ്ജന്മം കൊണ്ട് ചിലത് പറ്റാതെ വരും, വേളി നടക്കാതെ വരും. അങ്ങനെയാവുമ്പോൾ നമ്മൾ സതീദേവിക്ക് പ്രത്യേക പാട്ട് ചൊല്ലിയിട്ട് ഇത്രയും പോകുന്നൊരു നിലവിളക്കിൽ നിറയെ നെയ്യൊക്കെ കത്തിച്ച് വെക്കാൻ പറയും. മുജ്ജന്മത്തിലത്തെ ദോഷങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന ശ്രീപാർവതി ദേവിയുടെ ഊട്ടുപുരയിൽ പുലർച്ചെ ചൊല്ലുന്ന സ്തുതിയാണ് തുയിലുണർത്തുപാട്ട്. പിന്നീടാണ് ദക്ഷഗാനാലാപനം. മേൽ സൂചിപ്പിച്ച പാട്ടുകൾക്ക് കിണ്ണം കൊട്ടുന്ന പതിവുമുണ്ട്. എന്നാൽ പാർവതി സ്വയംവരം പാടുമ്പോൾ കിണ്ണം കൊട്ടില്ല. 15 മിനിറ്റാണ് പാർവതി സ്വയംവരത്തിന്റെ ദൈർഘ്യം. ബ്രാഹ്മണിപ്പാട്ട് പാടിക്കുക, അത് ഭഗവതിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ കല്യാണമാണ് ഈ പറയണതേ. അത് ഒരിക്കലും അതിപ്പോൾ നമ്മൾ മാനുഷികമായ ഒരു വശം ആലോചിച്ച് നോക്കൂ കുട്ടാ. വിവാഹ ദിവസത്തെ ആരെങ്കിലും മറക്കുമോ? മാനുഷികമായിട്ട് ഞാൻ പറയാണ്, ആ ദിവസത്തെ മറക്കാൻ പറ്റില്ല, ഇല്ലേ? ആ സ്വഭാവം തന്നെയാണ് പാർവതി ദേവിയിലുള്ളത്. അതുകൊണ്ട് ഈ ബ്രാഹ്മണിയമ്മമാർ എപ്പോഴും ഇങ്ങനെ ഈ പാർവതി സ്വയംവരം, അതായത് ഈ കല്യാണ ചടങ്ങുകൾ ഇങ്ങനെ പാടുമ്പോൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്.
എത്ര കേട്ടാലും മതിയാവുന്നില്ല എന്നുള്ളതും കൂടി അതിൻ്റെ പ്രത്യേകതയാണ് എന്നർത്ഥം. അത് ഇന്ന സമയത്തൊക്കെ അമ്പലത്തിൽ ചടങ്ങുകളുടെ നേരത്ത് പാടണമെന്നുണ്ട്. കൂടാതെ കണ്ട് മറ്റുള്ളവർ അവർക്ക് വേളി നടക്കാനായിട്ട് നമ്മളോട് പാടാൻ പറയുമ്പോൾ നമ്മളത് പാടും. അപ്പം അങ്ങനെ അവരുടെ വേളി നടക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നടക്കാതെ പോവുക പതിവില്ല എന്നർത്ഥം. 40-45 വയസ്സായവരുടെ ആണെങ്കിലും അനുഭവസ്ഥരാണ് ഞങ്ങൾ. മംഗല്യഭാഗ്യത്തിന് കന്യകമാർ പാർവതീ സ്വയംവരം പാടും. പുത്രഭാഗ്യത്തിനും കുട്ടികളുടെ ദീർഘായുസ്സിനും ഭഗവാന്റെ അവതാരം പാടും. കഷ്ടകാലം മാറുവാനാണ് ത്രിഭുവനം. ഉച്ചപൂജ കഴിഞ്ഞേ ഇത് ചൊല്ലാറുള്ളൂ. അതായത് ഇപ്പോൾ ഈ നട തുറക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുമേനിമാരെ എല്ലാവരും കൂടിയിട്ട് വെടിയൂര് വെൺമണി അകകൂര് ഇവരാണ് ഇവിടുത്തെ ഊരായ്മക്കാർ. അവരെ എല്ലാവരും കൂടിയിട്ട് ഒരു തിരുമേനിയെ അങ്ങോട്ട് നിശ്ചയിക്കും. ആ തിരുമേനിയെ പറയുന്നത് സമുദായം തിരുമേനി എന്നാണ് പറയുന്നത്. ആ സമുദായം തിരുമേനിയോട് നമ്മൾ ചോദിക്കണം. കാരണം ഊരായ്മക്കാരെ എല്ലാവരും എത്തണം എന്നുള്ളത് ഭഗവാനും ഭഗവതിക്ക് നിർബന്ധമാണേ. അതുണ്ട്, അവരെ ഒപ്പം കാണണം, ഞങ്ങളുടെ ഒപ്പം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഊവ് എന്ന് പറയും. അങ്ങനെ 3 പ്രാവശ്യം ചോദിക്കണം. ഇതാണ് ചോദിക്കുന്നത്. സമുദായം തിരുമേനി മനക്കൽ 3 നിന്നും തൃക്കൺ പാർക്കാൻ എഴുന്നള്ളിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഭഗവതിയെ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാണ് 3 പ്രാവശ്യം നമ്മൾ പറയണം. നട തുറന്നാലും അതിന് മുമ്പ് ചോദിക്കണം എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നട തുറക്കാലോ. നട തുറന്നോട്ടെ ഞങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാം എന്ന് പറയും. അപ്പം ഞങ്ങൾ പറയുകയാണ് നട തുറന്നാലും നട തുറന്നാലും നട തുറന്നാലും എന്ന് 3 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ഭഗവതിയുടെ നട. പന്ത്രണ്ട് ദിവസമല്ലേ നട തുറക്കണുള്ളൂ കുട്ടാ. അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം. വേറൊരു ക്ഷേത്രത്തിലും മഹാദേവനും ശ്രീപാർവതിയും കൂടിയിട്ട് എത്രയോ ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ മാത്രം പോരാ, നമുക്ക് ഇന്ത്യയിൽ തന്നെ എത്രയോ ക്ഷേത്രങ്ങളുണ്ടാവാം അല്ലേ അങ്ങനെയുള്ളത്. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത പ്രത്യേകതയാണ് ഇവിടെ ഈ 12 ദിവസം നട തുറക്കുക എന്നുള്ളത്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ല ഇവിടെ മാത്രമേ ഉള്ളൂ, തിരുവൈരാണിക്കുളത്ത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതാണ് അതിൻ്റെ കൂടുതൽ പ്രാധാന്യം. എന്നതുപോലെ ഈ 12 ദിവസത്തെയും കാര്യങ്ങൾ പറഞ്ഞില്ലേ. രാവിലെ ഞങ്ങൾ ഭഗവതിയെ പാട്ടൂരയിലേക്ക് കൊണ്ടുവരും. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് എഴുന്നള്ളിച്ച് നമ്മൾ കൊണ്ടുവന്നാക്കണം. പൂജ കഴിഞ്ഞിട്ട് അത്താഴപൂജ 3 കൂട്ടിയിട്ട് 3 കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടന് മനസ്സിലായോ? വെറ്റിലിയും അടക്കിയും ചുണ്ണാമ്പും മാത്രം, പുകലിയില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് 3 കൂട്ടിക്കൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ വിടണത് എന്നർത്ഥം. അങ്ങനെ 12ാം ദിവസം ഈ ചടങ്ങുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണത് എന്നറിയാമോ? പിന്നെ ഭഗവതി അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നട അടയ്ക്കാനുള്ള ചടങ്ങ്. നടയടയ്ക്കുമ്പോൾ ചില പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട് ഇവിടെ. മഹാദേവന്റെ അത്താഴപൂജയ്ക്ക് മുൻപായി ശ്രീപാർവതി ദേവിയെ പാട്ടുപുരയിൽ നിന്ന് ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കും. 3 മനക്കാരും സമുദായക്കാരും അന്തർജനങ്ങളും തിരുനടയിലെത്തും. തുടർന്ന് തൃക്കൺ പാർത്ത് കഴിഞ്ഞുവോ എന്ന് പുഷ്പിണി ചോദിക്കും. ഉവ്വ് എന്ന് സമുദായ തിരുമേനി ഉത്തരം പറയും. നട അടപ്പിക്കട്ടോ എന്ന് 3 തവണ പുഷ്പിണി അടുത്ത ചോദ്യം ചോദിക്കും. അടപ്പിച്ചാലും എന്ന് സമുദായ തിരുമേനി ഉത്തരവും പറയും. ഉടനെ പുഷ്പിണി ശാന്തിക്കാരനോട് നട അടയ്ക്കുവാൻ ആവശ്യപ്പെടും. ശാന്തിക്കാരൻ നട അടയ്ക്കും. അപ്പോഴും ചോദിക്കണം, എന്ത് ഇവരെല്ലാവരും തൊഴാൻ വന്നിട്ടില്ലേ എന്ന് ചോദിക്കണം. ഈ 3 മനക്കിലത്ത് തിരുമേനിമാരും അന്തർജനങ്ങളും, അതായത് ആത്തമാരെ എന്നർത്ഥം അവരുടെ ബ്രാട്ടിമാരെ, അവരും തൊഴാൻ വന്നിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ അവർ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നട അടച്ചോട്ടെ. അപ്പോഴും നമ്മൾ ഈ അമ്പലത്തിലത്തെ എല്ലാവിധ നടതുറപ്പ് കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതായ ആ തിരുമേനിയോട് നമ്മളിങ്ങനെ ചോദിക്കണം. എല്ലാവരും വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നാൽ പിന്നെ നട അടച്ചോട്ടെ എന്ന്. അപ്പം അദ്ദേഹം പറയാം അടച്ചോളൂ എന്ന്. അപ്പം നമ്മൾ വീണ്ടും പറയണം നടയടച്ചാലും ഇവിടുത്തെ. നടതുറപ്പ് മഹോത്സവത്തിന് പരിസമാപ്തിയായാൽ ദേവിയെ കൺകുളിർക്കെ കാണുവാൻ പിന്നീട് 1 വർഷം കാത്തിരിക്കണം ഭക്തർക്ക്.